ഉണ്ടാക്കുന്ന ബനാന കേക്കാണ്. ക്രിസ്മസിന് തയ്യാറാക്കുന്ന ബനാന കേക്ക്. നമുക്ക് ആ ബനാന കേക്ക് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഈ ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഏത്തയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത ഏത്തയ്ക്കാണ് വേണ്ടത്. ഇപ്പം നമ്മൾ നോർമൽ പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിലും നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. ഇപ്പം ബനാന കേക്കിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് പൊടിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 പട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പട്ട കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കുക. പട്ട പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചേർത്താലും മതി. അപ്പം ഇതോടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. അപ്പം പട്ടയും പഞ്ചസാരയും നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു തവയിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഇതേ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ല തിളച്ച 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പ്ലം കേക്ക് ചെയ്ത ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നന്നായിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വീണ്ടും നമ്മളൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ, അതായത് കാരമൽ ചെയ്ത ഷുഗർ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൊത്തത്തിലൊന്ന് മിക്സ് ആവുന്നവരെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം കാരമലൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവറായിട്ട് നമ്മൾ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആവുന്ന രീതിയിൽ ഒന്നങ്ങ് കറക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ അടിച്ചത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് മൈദയാണ് ഞാൻ ഈ ഒരു ബനാന കേക്കിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. 1-2 പ്രാവശ്യം അരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ 1 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കാവുന്ന ഒരു ഏത്തയ്ക്ക ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന ആ മുട്ടയുടെയൊക്കെ ആ ഒരു മിക്സിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയുടെ മിക്സ് അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഇളക്കുന്ന സമയത്ത് മൈദ ഫുള്ളായിട്ട് ഇതിൽ കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ മൈദയുടെ മിക്സ് മൊത്തത്തിൽ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ടതിന് ശേഷം മൊത്തത്തിൽ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം.
ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം കാഷ്യൂനട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ തേച്ചിട്ടുണ്ട്, സൈഡിൽ നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. എങ്കിലേ അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും നമ്മുടെ കേക്ക്. പിന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ ഇതേപോലെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാൻ ഓവനിലല്ല വെക്കുന്നത്, ഗ്യാസിലാണ്. ഗ്യാസിൽ ഞാനൊരു തവ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചൂടായ പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ മിക്സ് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് ഇത് ബേക്കാവാൻ സമയമെടുക്കും. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. 30 മിനിറ്റ് മുന്നേ നമ്മൾ ഒരിക്കലും കേക്ക് തുറന്ന് നോക്കാൻ പാടില്ല, പിന്നെ കേക്ക് പൊങ്ങി വരത്തില്ല. അപ്പം നല്ല സോഫ്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ കേക്ക്. 45 മിനിറ്റ് കറക്റ്റ് 45 മിനിറ്റിൽ ബേക്കായി വന്ന ഒരു കേക്കാണിത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ഈ ഒരു ബനാന കേക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു കേക്കാണ്. ഇതേപോലെ അകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.